ഗായ്സ് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇവിടെയാണ് കണ്ടില്ലേ, ഏകദേശം ഇവിടെ ആയിട്ട് കണ്ടില്ലേ, അത് കണ്ടില്ലേ, കുറച്ച് പേര് നിൽക്കണതിൻ്റെ ക്യാമറയ്ക്ക് അത്ര ക്വാളിറ്റി ഇല്ല എന്നാലും കാണിച്ചത് കുറച്ച് പേരോട് നിൽക്കണ്ടില്ലേ, ഏകദേശം അവിടെയാണ് റിഫാമലിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് പള്ളിക്ക് ഇരുത്തുള്ള സ്ഥലം തന്നെയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സുഖമാണ്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ കുറച്ച് ആൾക്കാർ നിൽക്കാണ്ടില്ല, അവിടെ ഒരു ഷെഡ് പോലത്തെ സംഭവം കെട്ടിയിട്ടുള്ളൊരു ഷീറ്റൊക്കെ വെച്ച് മറിച്ചുകൊണ്ട് അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അങ്ങോട്ട് പോകാൻ ആർക്കും പറ്റത്തില്ല. ഓക്കെ, അവിടുത്തെ ഓഫീസർമാർക്കല്ലാതെ പോലീസുകാർക്കല്ല അങ്ങോട്ട് പോകാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ ന്യൂസ് ചാനൽസിന് പോലും അങ്ങോട്ട് വിടുന്നില്ല. ഓക്കെ, അത്യാവശ്യം ദൂരമാണ്, അതുകൊണ്ട് എനിക്ക് ഫോക്കസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അവിടെയാണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ നിൽക്കുന്നതിൻ്റെ കുറച്ച് ഒരു വലത് സൈഡിൽ. ഓക്കെ, അപ്പോൾ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ അങ്ങനെ പെർമിഷൻ ആർക്കുമില്ല, അവിടുത്തെ ഓഫീസേഴ്സിന് മാത്രമുള്ള പെർമിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റിഫാമലിൻ്റെ സ്ഥലം, അതായത് പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം. ഓക്കെ, ഇന്ന് അതായത് നമ്മളെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 7 ശനിയാഴ്ചയാണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത്. ഓക്കെ, ഇന്നാണ് തോന്നുന്നു പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഖബറൊക്കെ വീണ്ടും പുറേ തുറന്നെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ഖബറിൻ്റെ അടുത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്, കാരണം ഇനിയിപ്പോൾ ദൂരം കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി മറവ് ചെയ്താണല്ലോ. ഓക്കെ, ഇന്നാണ് ദുരൂഹതകൾ തെളിഞ്ഞത് കേട്ടോ. ഇതിന് മുമ്പ് ദുരൂഹതകളില്ലായിരുന്നു. എന്ന് ചെയ്യേണ്ട പോസ്റ്റ്മോർട്ടം അറിയത് മരിച്ചതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു മറ്റേ മെഹനാസൊക്കെ അവരുടെ വീട്ടിൽ പോയി പോസ്റ്റ്മോർട്ടം നടത്തിക്കുന്ന വ്യാജ പ്രചരണം നടത്തിയെന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇവരുടെ റിഫയുടെ വീട്ടുകാരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ന്യൂസ് ചെയ്യാൻ കാണിച്ചത്. പ്രാർത്ഥിക്കാം ഗൈസ്. ഓക്കെ, ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ എല്ലാം പുറത്ത് വരുത്തേനും പ്രാർത്ഥിക്കും. ഓക്കെ.